വാർത്തകൾ വിശദമായി. ഓപ്പറേഷൻ മുഖൂറിൽ തുടർ നടപടികളിലേക്ക് കടക്കാൻ കസ്റ്റംസ്. ദുൽഖർ സൽമാന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും. നടൻ അമിത് ചക്കാലക്കലിന്റെ വാഹനങ്ങളെ സംബന്ധിച്ചും അന്വേഷണം വ്യാപിക്കും. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നു. കാളിദാസ്, ഈ ഒരു തുടർ നടപടികളിലേക്ക് കടക്കാനാണ് കസ്റ്റംസിന്റെ തീരുമാനം. അതുപോലെ തന്നെ ഈ ഒരു കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്നറിയാനായി ED അടക്കം ഈ ഒരു കാര്യത്തിൽ ഇടപെടാൻ സാധ്യതയുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ലഭിക്കുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു രാവിലെയോടുകൂടി നടൻ ദുൽഖർ സൽമാന്റെ വീട്ടിലും ഒപ്പം തന്നെ പൃഥ്വിരാജിന്റെ വീട്ടിലുമെല്ലാം ഓപ്പറേഷൻ മുഖൂറിന്റെ ഭാഗമായി വലിയ രീതിയിൽ പരിശോധന നടന്നത്. അതായത് ഭൂട്ടാൻ സൈന്യം ലേലത്തിൽ വെച്ച് വിറ്റഴിച്ച വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ച് അത് വലിയ രീതിയിൽ മറിച്ചു വിറ്റു. അതായത് 1 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഒക്കെ വാങ്ങിയ വാഹനങ്ങൾ 30 ലക്ഷത്തിനും 50 ലക്ഷത്തിനുമൊക്കെ മറിച്ചു വിറ്റു. അതിൽ കേരളത്തിലേക്ക് 20ഓളം വാഹനങ്ങൾ എത്തി എന്നുള്ള വിവരത്തെ തുടർന്നാണ്, രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെ തുടർന്നാണ് പിന്നീട് സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പിനുമൊക്കെ നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. മെയ് 30-നായിരുന്നു ഇതിനെ സംബന്ധിച്ച് ഈ ഒരു ലേലം, ഭൂട്ടാൻ സർക്കാരിൻ്റെ ലേലം നടന്നത്. അതിന് പിന്നാലെ തന്നെ ഈ വാഹനങ്ങൾ 198ഓളം വാഹനങ്ങൾ ഇന്ത്യയിൽ എത്തിച്ചിട്ടാണ് പിന്നീട് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത് പല സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ വിറ്റഴിച്ചത്. അതിൽ ചിലത് 20 എണ്ണം കേരളത്തിലേക്കും എത്തി എന്നുള്ളതാണ്. അതിലൊന്ന് ദുൽഖർ സൽമാന്റെ പക്കലും എത്തി എന്നുള്ള ചില വിവരങ്ങളെ തുടർന്നാണ് ഈ കഴിഞ്ഞ ദിവസം കസ്റ്റംസ് ഓപ്പറേഷൻ മുഖൂറിന്റെ ഭാഗമായി നടൻ ദുൽഖർ സൽമാന്റെ വീട്ടിലും ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ ഗ്യാരേജിലുമൊക്കെ തന്നെ പരിശോധന നടത്തിയത്. ഇതോടൊപ്പം നടൻ അമിത് ചക്കാലക്കലിന്റെ വീട്ടിലുമൊക്കെ തന്നെ പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിനെ തുടർന്ന് പിന്നീട് ഈ പരിശോധനയുടെ ചില ഘട്ടങ്ങളിലൊക്കെ അമിത് ചക്കാലക്കൽ ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്നുള്ള തരത്തിലുമൊക്കെ തന്നെ നമുക്ക് വാർത്തകൾ ലഭിച്ചിരുന്നു. അതായത് സമൻസ് കൈപ്പറ്റാൻ അമിത് ചക്കാലക്കൽ വിസമ്മതിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. എന്തായാലും ഇന്നത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ദുൽഖർ സൽമാന്റെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. അതേസമയം പൃഥ്വിരാജിന്റെ വീട്ടിൽ നിന്നും കാര്യമായി ഇത്തരത്തിൽ വാഹനങ്ങൾ പിടിച്ചെടുക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. അവിടെ നടന്ന ഒരു സ്വാഭാവിക പരിശോധന എന്നുള്ളതാണ് കസ്റ്റംസ് അടക്കം പിന്നീട് പ്രതികരിച്ചത്. പൃഥ്വിരാജിന്റെ ഫ്ളാറ്റുകളിലടക്കം പരിശോധനകളൊക്കെ തന്നെ നടന്നിരുന്നു. ദുൽഖർ സൽമാന്റെ പക്കൽ നിന്നും 2 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കൃത്യമായി അറിയേണ്ടതുണ്ട്. ഇതിനെ സംബന്ധിച്ചുള്ള രേഖകൾ ഹാജരാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒപ്പം തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസും കൂടി നൽകും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഈ പരിശോധനകളുടെ വിവരങ്ങളൊക്കെ തന്നെ ചേർത്ത് കസ്റ്റംസ് കമ്മീഷണർ വൈകുന്നേരം ഒരു വാർത്താ സമ്മേളനം നൽകിയിട്ടുണ്ടായിരുന്നു. അതിൽ 36 വാഹനങ്ങൾ കേരളത്തിൽ നിന്ന് മാത്രം പിടിച്ചെടുത്തു എന്നുള്ളതാണ് കസ്റ്റംസ് കമ്മീഷണർ ടിജു തോമസ് വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. 150 മുതൽ 200 വരെ വാഹനങ്ങൾ കേരളത്തിലുണ്ടെന്നൊരു കണ്ടെത്തലുണ്ട്. ഇതിൽ 36 വാഹനങ്ങളാണ് പിടിച്ചെടുത്തത്. അതുകൊണ്ട് തന്നെ ഇനിയും പരിശോധന തുടരും എന്നുള്ളതാണ്. ഭൂട്ടാനിൽ നിന്ന് ഇറക്കുമതി ചെയ്ത് അനധികൃതമായി വിറ്റഴിച്ചു എന്നുള്ളതാണ്. ഇന്ത്യൻ ആർമിയുടെയും അമേരിക്കൻ എംബസിയുടെയും ഇന്ത്യൻ എംബസിയുടെയും പേരുപയോഗിച്ചാണ് വാഹനം രജിസ്റ്റർ ചെയ്തത് എന്നുള്ള ചില കണ്ടെത്തലുകളൊക്കെ ഉണ്ട്. അതിനെ തുടർന്നാണ് ഇത്തരത്തിൽ കേരളത്തിലേക്കൊക്കെ വലിയ രീതിയിൽ വ്യാപിച്ചത്. ലിസ്റ്റിലെ 90% വണ്ടികളും കൃത്രിമ രേഖകൾ ഉപയോഗിച്ചാണ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതെന്നെല്ലാം കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് പരിവാഹൻ വെബ്സൈറ്റിൽ വരെ കൃത്രിമം കാണിച്ചിട്ട് ഇത്തരത്തിലുള്ള ചില രജിസ്ട്രേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ട്. രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്നുള്ളതാണ് കസ്റ്റംസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം ഇതിനെ സംബന്ധിച്ച് പ്രതികരിച്ചത്. എന്നാൽ അമിത് ചക്കാലക്കലിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ അദ്ദേഹത്തിനും ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകുമെന്നുള്ള സൂചനകളാണ്. കഴിഞ്ഞ ദിവസം സമൻസ് നൽകിയപ്പോൾ കൈപ്പറ്റാൻ വിസമ്മതിച്ചു എന്നുള്ള തരത്തിലുമൊക്കെ വിവരങ്ങൾ ലഭിച്ചിരുന്നു. പക്ഷേ വലിയ മികച്ച ഒരു സഹകരണം ഉണ്ടായിരുന്നു അന്വേഷണത്തോട് അമിത് ചക്കാലക്കലിന് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കേരള രജിസ്ട്രേഷൻ ഉള്ള ഒരു വാഹനമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അതിനെ സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങളുമൊക്കെ തന്നെ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും തന്നെ ഉയർന്നപ്പോൾ അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് കേരള രജിസ്ട്രേഷൻ, അദ്ദേഹം എല്ലാ മാസവും ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന ഒരാളാണ്. അപ്പോൾ കേരള രജിസ്ട്രേഷൻ വാഹനങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആദ്യം തന്നെ പോലീസുകാർ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമൊക്കെ എപ്പോഴും ഉണ്ടാകാറുണ്ട്. ഈ അമിത് ചക്കാലക്കലിൻ്റെ വാഹനം എന്ന് പറയുന്നത് മധ്യപ്രദേശ് രജിസ്ട്രേഷനാണ്. അത് നേരത്തെ തന്നെ 5 വർഷം മുൻപേ തന്നെ വാങ്ങിയ വാഹനമാണ്. ഇതിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ താനൊന്നും വാങ്ങിയിട്ടില്ല
എന്നുള്ളതൊക്കെയാണ് അമിത് ചക്കാലക്കൽ പ്രതികരിച്ചത്. അപ്പോൾ ഇത്തരത്തിൽ ഓൾ ഇന്ത്യ ട്രിപ്പ് പോകുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും ആദ്യം കേരള രജിസ്ട്രേഷൻ കണ്ട വണ്ടികളൊക്കെ, കേരള രജിസ്ട്രേഷനിലുള്ള വണ്ടികളൊക്കെ പിടിച്ചു നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം തൻ്റെ ഈ വാഹനത്തിൽ പോകുന്ന സമയത്ത് അങ്ങനെ പിടിച്ചു നിർത്താറൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് താൻ അങ്ങനെ കൂടുതൽ മാറ്റുന്ന നടപടികളിലേക്കൊന്നും കടക്കാഞ്ഞത് എന്നുള്ള തരത്തിലാണ് പ്രതികരണമൊക്കെ ഉണ്ടായത്. എന്തായാലും ഇന്നത്തെ നടപടികൾ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായും കണ്ടറിയേണ്ടത്. ഇതോടൊപ്പം കള്ളപ്പണം വെളുപ്പിക്കുന്ന ചില കള്ളപ്പണം വെളുപ്പിച്ചോ എന്നുള്ളതിനെ സംബന്ധിച്ചും ചില അന്വേഷണങ്ങളൊക്കെ തന്നെ ഉണ്ടാകും. കാരണം ഈ ഭൂട്ടാനിൽ നിന്ന് വന്ന വാഹനങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു വാഹനക്കടത്തിൻ്റെ മറവിൽ ഇത്തരത്തിലൊരു കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുമൊക്കെ ചില അന്വേഷണം ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ്. അതിൽ ED ഇടപെട്ടേക്കും, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഒരു കേസിന്റെ ഭാഗമാകും എന്നുള്ളതും കൂടിയാണ്. ഇതിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം കൃത്യമായ രേഖകളൊന്നും ഈ നടന്മാരുടെ വീട്ടിൽ നിന്നും ഒന്നും ലഭിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രേഖ കുറവുണ്ടോ, ഇതിനെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള രേഖകളൊന്നും ഇവരുടെ വീടുകളിൽ നിന്നൊന്നും ലഭിച്ചിട്ടില്ല. എന്തായാലും അതിനെ സംബന്ധിച്ചും ഒരു അന്വേഷണം ഉണ്ടാകും. കാരണം വാഹനക്കടത്താണ്, വാഹനക്കടത്തിൻ്റെ മറവിൽ ഇത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ച് തീർച്ചയായും അന്വേഷണം ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എപ്പോഴായിരിക്കും ED അന്വേഷണത്തിൻ്റെ ഭാഗമാവുക, ഇത്തരത്തിലുള്ള രേഖകൾ ലഭിച്ച ശേഷമായിരിക്കുമോ എന്നുള്ളതൊക്കെയാണ് നമുക്ക് പ്രധാനമായും കണ്ടറിയേണ്ടത്. ദീപ്തി. ശരി. ഓപ്പറേഷൻ നുംഖോറിൽ തുടർ നടപടിയിലേക്ക് കടക്കാൻ കസ്റ്റംസ്. ദുൽഖർ സൽമാന് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ നോട്ടീസ് നൽകും. നടൻ അമിത് ചക്കാലക്കലിന്റെ വാഹനങ്ങളെ സംബന്ധിച്ചും അന്വേഷണം വ്യാപിപ്പിക്കും. പ്രസാദ് കാളിദാസനാണ് വിവരങ്ങൾ നൽകിയത്.